നമ്മളെ MCK ട്രാവൽസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് MCK ട്രാവൽസിൻ്റെ ഇൻറ്റീരിയർ. സീറ്റർ കം സ്ലീപ്പറാണ് വണ്ടി വരുന്നത്. ഇത് ബാംഗ്ലൂർ റൂട്ടിലാണ്, കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലാണ് ഓടാൻ പോണത്. ഇപ്പോൾ തിരുവനന്തപുരം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തിരുവനന്തപുരം കോഴിക്കോടാണ് ഓടാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ. ബെഡ് കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സിങ്ക് ബോഡിയാണ് ബോഡി കെട്ടിയിട്ടുള്ളതെന്ന്. ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വണ്ടിയുടെ വർക്ക്. അതായത് ഇപ്പോൾ ഞാൻ ഡെലിവറി സമയത്ത് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റേതൊക്കെ കട്ടിങ് കാര്യങ്ങളൊക്കെ മാറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ സഞ്ചിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ. ഇവിടെ ഒരു താഴ്ചയുണ്ട്, പിന്നെ ഒരു ഇങ്ങനെ ഇതുപോലെ ഇറങ്ങി ഫ്രണ്ടിലേക്ക് നടക്കണം. ഏസിയുടെ ഫ്ലോറ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചേട്ടക്കിൻ്റെ. പിന്നെ ഇവിടുന്ന് ഈ ഒരു ഏരിയ തൊട്ടിട്ട് ഈ ഒരു സെക്ഷൻ ഫുള്ള് സീറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് സ്പെഷ്യൽ സീറ്റാണ് കേട്ടോ വന്നേക്കുന്നത്. MCKയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോർട്ടിൽ വേണം, ഈ സൈഡിലാണ് ചാർജിങ് പോർട്ടിൽ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ. നടുക്കിലും ഉണ്ടായിരുന്നു, പക്ഷേ അത് നീക്കി അവിടെയാണ്. പിന്നെ ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സീറ്റിലും. വണ്ടി കൊള്ളാം, എന്തായാലും അടിപൊളി. പിന്നെ ബാക്കിൽ ഇതുപോലെ നമ്മുടെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ വെക്കാം, ബുക്കൊക്കെ വെക്കാം. ഇതിവിടെ വുഡൻ ഫിനിഷിലാണ് ഇതിൻ്റെ ഈ ഏരിയയൊക്കെ ചെയ്തിട്ടുള്ളത്. വണ്ടി കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ഇവിടെ പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ആ ഒരു ഏരിയയിൽ ഇപ്പോൾ മുഖം കാണാതിരിക്കണമെങ്കിൽ എടുത്ത് മാറ്റാനൊക്കെ പറ്റും, പാർട്ടീഷനൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒന്ന് ഇരുന്ന് നമുക്ക് ലൈറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. ലൈറ്റ് 2 ടൈപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഉണ്ടോ? ഇങ്ങനെ പല ടൈപ്പ് സംഭവങ്ങൾ വരും കേട്ടോ. പിന്നെ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകൾ. വണ്ടി ഇഷ്ടപ്പെട്ടോ?